എന്റെ പ്രിയപ്പെട്ടവരോട് ഇത് പറയുമ്പോ ഉസ്താദേ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെറുപ്പക്കാര് പറയുന്നത്. അല്ലാഹു തന്ന ആയുസ് ആസ്വദിക്കാനുള്ളതാ, അല്ലാതെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ സ്വപ്നലോകത്ത് ജീവിക്കാൻ വയ്യ? ജീവിക്കുന്ന കാലം ആസ്വദിക്കണം ഉസ്താദ്, അടിച്ചു പൊളിക്കണം ഉസ്താദ്. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ശൈലിയിൽ ഒരു മാറ്റമില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഈ രാജ്യത്ത് നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? എന്ത് വേണമെങ്കിലും തിന്നാ, എന്ത് വേണമെങ്കിലും ധരിക്കാ, എങ്ങനെ വേണമെങ്കിലും നടക്കാം. സ്വമനസോല ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിന് പടച്ചവനെ കേസില്ലാത്ത രാജ്യമല്ലേ. എങ്ങനെ വേണമെങ്കിലും നടന്നോ. എന്റെ പെങ്ങളോട് പറയുകയാ, ചെറുപ്പക്കാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറക്കാതെ ഇരിക്കാൻ ആസ്വദിച്ച് നടക്കുന്നവരോട്, അല്ലാഹു പറഞ്ഞു നടക്കുന്നവരോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറക്കല്ലേ, ഈ ആയത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഏതൊക്കെ ആയത്ത് മറന്നാലും പെങ്ങള് തലമറക്കാതെ, ഔറത്ത് മറക്കാതെ, അതാ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചു ആസ്വദിച്ച് നടക്കുന്ന എന്റെ യുവതലമുറയോട് പടച്ചവനെ, വിവാഹത്തിന്റെ തലേ ദിവസം വീടിനകത്ത് അനാചാരങ്ങൾ, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷം നടത്തുന്നവരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി പടച്ചവനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. അതാ സ്വഹാബികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ അവളോട് വല്ലാത്ത പ്രണയം തോന്നുകയാ, അവളോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. പടച്ചവനെ, ചെറുപ്പക്കാരൻ പ്രണയം പറയാൻ തീരുമാനിച്ചു. കൂടെ വന്നവര് പറഞ്ഞു, മോനെ പാപമാ, മോനെ പാപമാ. ചെറുപ്പക്കാരൻ അവിടെന്ന് തയ്യാറായില്ല, അവിടെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് കാണിച്ചില്ല. അവസാനം സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാ. റബ്ബേ, ആ സുന്ദരിയായ യഹൂദിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് തന്റെ ആഗ്രഹം പറഞ്ഞു. ആ പെണ്ണു പറഞ്ഞു, നീ നിന്റെ മതം കളന്നിട്ട് എന്റെ മതത്തിൽ വന്നാ ഞാൻ സമ്മതിച്ചിരിക്കുകയാ. അല്ലാഹുവേ, ആ സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഇസ്ലാം മതം വലിച്ചെറിഞ്ഞ് യഹൂദ മതത്തിലേക്ക് ചേരുകയാണ്. സ്വഹാബികൾക്ക് വല്ലാത്ത വിഷമമായി, മാനസികമായി അവർ തകർന്നു പോയി, യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, കൊല്ലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാർ, അവൻ മതം മാറി വിവാഹം കഴിച്ചവനാണല്ലോ, ഒന്ന് കാണണമല്ലോ. അവിടെന്ന് കണ്ടുപിടിക്കുകയാണ്. അവിടെന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, അവിടെന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവസാനം പിരിയുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, മോനെ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരായത്ത് മാത്രം മറന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മറക്കല്ലേ മോളെ. എന്ത് അഹങ്കാരം കാണിച്ചാല്, എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാല് ഈ ഒരായത്ത് നിങ്ങളാരും മറക്കരുത്. ഏതായത്തും അറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്.
അല്ലാഹു പറയുകയാ മോനെ നീയൊക്കെ എവിടെ പോയാലും എങ്ങനെ നടന്നാലും എങ്ങനെ ജീവിച്ചാലും മക്കളെ അവസാനം എന്റെ മുന്നിൽ തന്നെ വരുമടാ. അല്ലാഹു പറയുകയാ എവിടെ പോകാനാ, നീയൊക്കെ എവിടെ പോകാനാ? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓടിയാൽ എവിടെ വരവോടും. ഞാൻ ഇടുക്കമാക്കും, അല്ലാഹു ഞെരുക്കമാക്കുകയാ. ദുനിയാവിലെ ജീവിതം അല്ലാഹു വല്ലാതെ പ്രയാസപ്പെടുത്തുകയാ. നിങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു നിങ്ങളുടെ ജീവിതം ഇടുക്കമാക്കുകയാണ്, അവിടുന്ന് പ്രയാസപ്പെടുത്തുകയാണ്. നിന്റെ കച്ചവടത്തിലെ ബറക്കത്ത് പോവുകയാണ്, റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ നിന്ന് പോകുകയാ. റബ്ബേ സർവ്വ അനുഗ്രഹങ്ങളും നിന്ന് പോവുകയാണ്. വല്ലാത്ത പ്രയാസം. സമ്പത്തുള്ളവനും പറയുന്നത് ഉസ്താദേ പടച്ചവനെ എന്തൊരു ജീവിതമാണ്, പടച്ചവനെ മരിച്ചാ മതിയല്ലോ. പടച്ചവനെ പലരും പറയുന്ന വാക്കാ. പെങ്ങളെ നീ ചോദിക്കുന്നു സമ്പത്തിന് കുറവില്ല, സൗന്ദര്യത്തിന് കുറവില്ല. പടച്ചവനെ വീടൊക്കെ വലിയ വീടാണ്, വാഹനമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ സമാധാനമില്ലല്ലോ. ഉസ്താദേ മക്കളെ ഓർത്തിട്ടാ ഇല്ലെങ്കിൽ എന്നേ ഞാൻ പോയേനെ പറയുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ടല്ലോ. പെങ്ങളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ. നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കുകയാ. ദുനിയാവ് മാത്രമല്ല, ആഖിറമുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ. ആ പരലോകവും നിനക്ക് നഷ്ടപ്പെടുകയാണ്. അതാ 6 അടി മണ്ണിന്റെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. ഇരിക്കുന്ന നിങ്ങളിൽ പലരും പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ എഴുന്നേറ്റ് വരികയോ, തപ്പിത്തടയുകയോ. അല്ലാഹുവേ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിലെ കണ്ണ് കാണുമായിരുന്നോ, ചെവി കേൾക്കുമായിരുന്നോ? ഇന്ന് കാണുന്നില്ലല്ലോ. എന്തു പറ്റി പടച്ചവനെ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു ചോദിക്കുകയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നിന്നോടൊക്കെ പറഞ്ഞു തന്നപ്പോ പൊട്ടം കളിച്ചവനല്ലേ, ചെവി കേൾക്കാതെ നടന്നവനല്ലേ, കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ? പള്ളിക്ക് കൊടുക്കടോ, പാവങ്ങൾക്ക് കൊടുക്കടോ, യതീമീങ്ങൾക്ക് കൊടുക്കടോ, കോളേജുകൾക്ക് കൊടുക്കടോ, രോഗം പിടിച്ച് കിടക്കുന്നവനെ കൊടുക്കൂ, പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ, രോഗികളെ സഹായിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരെ ബഹുമാനിക്കൂ, അവരെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. മരിച്ചു പോകുമ്പോ നീ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞു തന്നപ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് സദഖ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞത് പിരിക്കാനുള്ള അടവാണെന്നല്ലേ? പൊന്നുമോനെ, അല്ലാഹു നിന്നെ കൈവിടുമടാ. ഖസറത് ദുനിയാ വൽ ആഖിറ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഖുർആനിനോട് കളിക്കല്ലേ, ഖുർആനിനെ അവഗണിക്കല്ലോ, ഖുർആനിനെ നിസ്സാരമാക്കല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് പടച്ചറബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല.
എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ പടച്ചവനെ ഈമാനുള്ള ഒരു മരണം വേണമല്ലോ. നമ്മുടെ അഭിലാഷമാണല്ലോ, നമ്മുടെ ഏറ്റവും വലിയ മോഹമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും. എവിടെ വെച്ചാണെന്നറിയില്ല. വഅദ് പറയുന്ന മജ്ലിസിലാണോ, കേൾക്കുന്ന മജ്ലിസിലാണോ, പോകുന്ന വഴിയിലാണോ, റോഡിൽ കിടന്നാണോ, വാഹനകത്ത് കിടന്നാണോ, ഐസിവിനകത്ത് കിടന്നാണോ, ഹോസ്പിറ്റലിനകത്ത് കിടന്നാണോ, നിന്റെ വീടിനകത്ത് കിടന്നാണോ, പള്ളിക്കകത്ത് കിടന്നാണോ, ആകാശത്ത് ഫ്ലൈറ്റിൽ വെച്ചാണോ, പടച്ചവനെ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എവിടെ വെച്ച് വന്നാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? അസ്റായിലിനെ എവിടെ വെച്ച് കണ്ടാൽ എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. മരിക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ അവസാനമായിട്ട് നീ പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറയാതെ നിങ്ങൾ മരിക്കരുത്. അത് പറയാതെ മരിക്കല്ലേ, അത് പറയാതെ മരിക്കല്ലേ. അത് പറഞ്ഞിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗത്തിൽ കേറി പെങ്ങള് അവൻ സ്വർഗത്തിന്റെ അവകാശിയായി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? സലീം ഇർഫാനിയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഉസ്താദേ, വല്ലാത്ത മരണമായിരുന്നു. ഉസ്താദിന്റെ മരണം വല്ലാത്ത മരണമായിരുന്നു. ശിഷ്യന്മാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും എല്ലാ സ്നേഹിക്കുന്നവരോടും പറയുകയാ, സലീം ഫൈസി ഇർഫാനിക്ക് അല്ലാഹു നല്ല മരണം കൊടുത്ത ശിഷ്യന്മാരായ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ, കുടുംബക്കാരായ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. പടച്ചവനെ, ഉസ്താദിന് പ്രയോജനമുണ്ട്, നമുക്ക് പ്രയോജനമില്ലല്ലോ. നമുക്ക് പ്രയോജനം വേണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണമല്ലോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ച റബ്ബൊരു നല്ല മരണം തരും പെങ്ങളെ. മരിക്കണ്ടേ പെണ്ണേ, ഈമാനുള്ള മരണം വേണ്ടേ, ഈമാനുള്ള മരണം വേണ്ടേ, സ്വർഗം കണ്ട് മരിക്കണ്ടേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ടേ, ഇബ്ലീസിനെ കരയിപ്പിക്കണ്ടേ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്, അതിനല്ലേ മരണമെന്ന് പറയുന്നത്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്തേ? കണ്ടവര് മറക്കൂല. പടച്ച റബ്ബേ, 3 കഷ്ടം വെള്ള തുണിയിൽ കുളിപ്പിച്ചു പൊതച്ച് കിടത്തിയിരിക്കുന്ന നിന്നെ കണ്ടവരാരും മറക്കൂല. അങ്ങനത്തെ ഒരു പ്രകാശമാ, മുഖത്തു വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയ. പടച്ചവനെ, നിങ്ങളിൽ
പലർക്കും സലീം ഇർഫാനിയെ ഓർമ്മ വന്നല്ലോ. ഈ പള്ളിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ലേ, ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലേ, കണ്ടവര് കൊതിച്ചില്ലേ? പടച്ചവനെ കണ്ടവര് പരം പറഞ്ഞല്ലോ. മട്ടന്നൂരുള്ള മർസൂഖ് എന്ന് പറയുന്ന മനുഷ്യന് ഈ സ്ഥാപനത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരനാ. ഇർഫാനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ ഇപ്പത്തെ ഉസ്താദന്മാരും എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചും. റബ്ബേ അവിടുന്ന് പറഞ്ഞു, ഉസ്താദേ കാണണ്ട കാഴ്ചയാ, എന്തൊരു ചിരിയായിരുന്നെന്നറിയോ, എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചവരെ ഓർമ്മ വന്നില്ലേ? പെങ്ങളെ ഉസ്താദേ സത്യമാണ്, ഞാൻ കണ്ടതാണ്. ഇന്ന ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അവർക്ക് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ. ഞാൻ പറയുകയാ, അല്ലാഹു നിങ്ങൾക്കും നല്ല മരണം തരും. നിന്നെ കണ്ടവരും മറക്കൂല. ശബ്ദം കേൾക്കുന്ന ഉമ്മ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഭർത്താവ് എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുമല്ലോ. 3 മക്കളെ പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയില്ലേ? ഭർത്താവ് പറയും നീ എനിക്ക് ചേർന്നവളല്ലെന്ന്, നിന്നെ കുറ്റം പറയുമല്ലോ. പൊന്നു പെങ്ങളെ പറയുന്നതൊക്കെ പക്ഷേ 3 കഷ്ടം വെള്ള തുണിയിൽ പുതച്ച് കിടത്തുന്ന ദിവസം നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യയ്ക്ക് ഗ്ലാമർ ഉണ്ട്, എന്റെ ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. വാപ്പാ, നിന്റെ ഭാര്യ ജീവിച്ചിരുന്ന കാലത്ത് നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അവള് മരിക്കുന്ന കാലം വരെ പറയണം, നീ മരിച്ചപ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, നിന്റെ മുഖത്ത് പ്രകാശവും നിന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു പറയണം ബാപ്പാ. അതുകൊണ്ട് നീ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്ക്. റബ്ബ് തരുന്ന 2ാമത്തെ പ്രതിഫലം, നിന്റെ ജനാസ കണ്ടവര് നിന്നെ മറക്കൂല. 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും നീ മരണപ്പെട്ടെന്ന്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു വരികയാ. ടാർപ്പ വലിച്ചു കെട്ടി, കസേര നിരത്തി. പടച്ചവനെ വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറായി. അവസാനം നിന്നെ താങ്ങിയെടുത്തു കൊണ്ടുപോയി മലർത്തിക്കിടത്തുമല്ലോ. ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത്, സുഗന്ധമിട്ട വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ. നഖത്തിനടിയിൽ നിന്ന് അഴുക്കളെടുത്തു മാറ്റി, നിന്റെ നജസ്സുകൾ മുഴുവനും മാറ്റി, നിന്നെ നല്ലതുപോലെ കുളിപ്പിച്ചു, നിന്നെ വൃത്തിയായി ഉതുപെടുപ്പിച്ചു, ശരീരം മുഴുവനും തുടച്ചു വൃത്തിയാക്കി. പിഞ്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെ നിന്നെ എടുത്തു കൊണ്ടുപോയി 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുമല്ലോ. അല്ലാ, സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ. മൂക്കിന്റെ ധാരത്ത് പഞ്ഞി വെച്ചു. കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ വന്നു. പടച്ചവനെ ജനം കൂടിയപ്പോ പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാര്. പടച്ചവനെ നിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടിൽ വന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടിൽ വന്നു. അല്ലാഹുവേ, ജനാസ എടുത്ത് മയ്യത്ത് കെട്ടിലിനകത്ത് മലർത്തി കിടത്തി. അല്ലാ, ജനാസ എടുക്കാൻ പോവുകയാ, ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാ. ആരാ ചുമക്കേണ്ടത്? വാപ്പാ, നിന്റെ ജനാസ ചുമക്കേണ്ടതാരാ? നീ
ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ കലാമിനെ നീ സ്നേഹിച്ചവനല്ലേ? അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചവനല്ലേ? അല്ലാഹുവിന്റെ ഖുർആനിനെ പാരായണം ചെയ്തവളല്ലേ? നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും സീരിയല് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോ അതേ വീടിനകത്ത് ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ചിരുന്ന് പാരായണം ചെയ്തവളാ. ആരാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? കള്ളു കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? പലിശ തിന്നുന്നവനാണോ? നിസ്കരിക്കാത്തവനാണോ? ആരാണടോ നിന്റെ ജനാസ ചുമക്കേണ്ടത്? ഇവന്മാരല്ല, ഇവന്മാരല്ല, നിന്റെ കുടുംബക്കാരല്ല, നീ സാധാരണ ആളല്ല. അഹ്ലുൽ ഖുർആൻ വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖാല യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഖാസായവരാരാണ് നബിയേ? അഹ്ലുൽ ഖുർആൻ. അവര് ഖുർആനിന്റെ അഹ്ലുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ നിങ്ങളുടെ സാധാരണ ആൾക്കാരല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ വിവിഐപികളാണ്. അതുകൊണ്ട് ഇവരെല്ലാം സഹോദര, ഇവരല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത്. അതിന് വരുമല്ലോ, അതിന് വരുമല്ലോ, വിവിഐപികൾ വരുമല്ലോ. ആരുടെ ജനാസ ചുമക്കാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചവര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മയ്യത്ത് ചുമക്കാൻ വരികയാ. ആര് വരുമെന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ. പടച്ചവരെ, നിന്റെ നാടൊന്നും തികയൂല, നിങ്ങളുടെ നാട്ടിലെ പള്ളിയൊന്നും തികയൂല. ഇർഫാനികളുടെ ജനാസ പടച്ചവനെ ഇവിടെ വെച്ചിരുന്ന ചെറിയ ഷെഡിനകത്ത് കൊണ്ടുവച്ചപ്പോ ഇവിടെ മുഴുവനും നിറഞ്ഞു കവിഞ്ഞില്ലേ? എന്തൊരു ജനമായിരുന്നടോ, എന്തൊരു ജനമായിരുന്നു. പടച്ചവനെ, അവരെക്കാലും വരുമല്ലോ. ആകാശത്തെ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ വരികയാ. പടച്ചവനെ, മട്ടന്നൂരിന്റെ പരിസരത്തുള്ള ഉമ്മ, നിന്റെ ജനാസ ചുമക്കാ മലക്കുകൾ വരുമല്ലോ, മലക്കുകൾ വരുമല്ലോ. പടച്ചവനെ, സിറാജ് വെറുതെ പറഞ്ഞതല്ല. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, കബറ് കുഴിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങളുടെ മഹല്ലിലെ കബറ് കുഴിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയുമല്ലോ. ആ മനുഷ്യനോട് ചോദിക്ക്, കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? അവര് പറയും, ഇന്ന് കബറ് കുഴിച്ചപ്പോ വളരെ എളുപ്പമായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു, ഒരു ദുഃഖവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ക്ഷീണവുമില്ല, പെട്ടെന്ന് കബറിന്റെ പണി കഴിഞ്ഞല്ലോ. വല്ലാത്ത ഒരു അനുഭവമാ. നിങ്ങളുടെ കബറ് കുഴിക്കുന്നവൻ നിങ്ങളെ മറക്കൂല. നിങ്ങളെ കബറടക്കാൻ കബറ് കുഴിക്കുന്നവനുണ്ടല്ലോ, ആ മനുഷ്യൻ ഒരിക്കലും പ്രയാസമില്ല. ആ മനുഷ്യൻ നിങ്ങളെ മറക്കൂല. ആ മനുഷ്യന്റെ കണ്ണ് നിറയുകയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരാ, ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 60 കൊല്ലം
ജീവിച്ചില്ല, 60 കൊല്ലം ജീവിച്ചില്ല. പടച്ചവനെ 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുമ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം കണ്ടവർ മുഴുവനും പറഞ്ഞു, സഅദ് എന്തൊരു പ്രകാശമാ സഅദ്, എന്തൊരു ചിരിയാ സഅദ്, നീ ഉറങ്ങുകയാണോ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കണ്ടവർ മുഴുവനും കൊതിക്കുകയാ. പെങ്ങളെ, ഇങ്ങനെയാ മരിക്കേണ്ടത്. കാണുന്നവര് മുഴുവനും കൊതിക്കണം, കാണുന്നവര് പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. നിന്റെ മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം, പടച്ചവനെ സഅദ് തങ്ങളുടെ ജനാസ കണ്ടവര് മുഴുവനും അങ്ങനെയാ പറഞ്ഞത്. അല്ലാഹുവേ, ജനാസയുടെ മയ്യത്ത് കെട്ടിൽ വന്നു, അവിടുന്ന് ജനാസ കുളിപ്പിച്ചു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തു മയ്യത്ത് കെട്ടിലേക്ക് വെച്ചു. സഹാബത്ത് ചുമക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, സഹാബത്ത് അവിടുന്ന് ചുമക്കുമ്പോ ചുമന്നവര് പറയുന്നു, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. പലരുടെയും ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനോട് പറയും, ഞാൻ പിടിക്കട്ടെ, വേണ്ട ഞാൻ ചുമന്നുകൊള്ളാം. അവർക്കൊരു ക്ഷീണമില്ല. എങ്കിലും ചിലരുടെ ജനാസ ചുമക്കുമ്പോ ക്ഷീണം കാരണം മാറുമല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, ജനാസ ചുമന്നവര് പറയുന്നു, മയ്യത്തിനു ഭാരമില്ല. സഹാബികള് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. നബി തങ്ങള് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് എന്തേ? സ്ഥലമില്ല സ്വഹാബ, എനിക്ക് നടക്കാൻ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്, എനിക്ക് നടക്കാൻ സ്ഥലമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ കഅബാലയത്തിലെ ഇമാമ് വരുന്നതിനേക്കാളും പുണ്യമാടാ മോനേ. പാവപ്പെട്ടവനായ നീ മരിക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ച റബ്ബേ, 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ഖബർ കുഴിക്കുകയാ. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണിനകത്ത് വല്ലാത്ത സുഗന്ധം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്നും പരിമളമാണ്, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. ആ മനുഷ്യനവിടെ അത്ഭുതപ്പെടുകയാണ്. ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞോ, ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞു. അവസാനം തുടച്ചു വൃത്തിയാക്കുമല്ലോ. ആ സമയത്ത് ഖബറിന്റെ ഏറ്റവും മടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് തന്റെ മടിയിൽ വെക്കുകയാ. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞുപോയി. ഈ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ഖബറിൽ നിന്ന് വാരിയ മണ്ണങ്ങ് മാറ്റിവെച്ചു. അവസാനം രാത്രിയായപ്പോ വീടിനകത്തു വല്ലാത്ത സുഗന്ധമാ, വീടിനകത്തു വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് റബ്ബേ? ഖബർ കുടിച്ച മനുഷ്യൻ നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിയെടുത്ത മണ്ണുണ്ടല്ലോ, കസ്തൂരിയുടെ സുഗന്ധമാ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, മോനെ സഅദ്, നീ മരിച്ച
മരിച്ചപ്പോ അള്ളാന്റെ അർശ് കുലുങ്ങിയല്ലോ. നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരിയുമായിരുന്നല്ലോ. നിന്റെ മയ്യത്ത് ചുമന്നവര് പറഞ്ഞു ഭാരമില്ലെന്ന്. നബിതങ്ങള് പറഞ്ഞു മലക്കുകൾ ഇറങ്ങി വന്നെന്ന്. നിന്റെ കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സഅദ്, എങ്ങനെയാ സഅദ്, ഞാനാണ് നിനക്ക് ഖബർ കുടിച്ചു തന്നത്, ഒന്ന് പറഞ്ഞു തരുമോ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, ഞാൻ സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു. ഈ രണ്ട് നന്മകൾ ചെയ്തതിന് പകരമാണ് അല്ലാഹു ഈ പ്രതിഫലം എനിക്ക് തന്നതെന്ന് സഅദ് തങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു. ഇന്ന് വലിയ വീടാട്, 2 നില കൊട്ടാരമാട്. എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ ചെറുപ്രായം ഒന്ന് ചിന്തിക്കടോ. ഒരു ചെറിയ കൂരയല്ലേ, അതിനകത്ത് സമാധാനമുണ്ടായിരുന്നല്ലോ. പരസ്പരം കൂടപ്പറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നല്ലോ. ഭാര്യയും ഭർത്താവും പരസ്പരം പട്ടിണിയാണെങ്കിലും സന്തോഷത്തോടെ സ്നേഹത്തോടെ പടച്ചവനെ ബഹുമാനത്തോടു കൂടി ജീവിച്ചിരുന്നല്ലോ. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? അതിന്റെ കാരണമെന്നറിയോ? നിന്റെ ഉമ്മാനെ നീ ഒന്നോർത്ത് നോക്ക്. റബ്ബേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്റെ ഉമ്മ ഉളുവെടുത്തിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് ദിക്റ് പറയുമായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തുസ് സജദ, സൂറത്തു യാസീൻ നിന്റെ പ്രിയപ്പെട്ട മാതാബോധമായിരുന്നു. പടച്ചവനെ, നിനക്കതിന്റെ മഹത്വം അറിയുമോ? വാപ്പ 4 പെങ്ങന്മാരെ കെട്ടിച്ചത് പിരിവെടുത്തിട്ടല്ല, ലോൺ എടുത്തിട്ടല്ല, പലിശക്കെടുത്തിട്ടല്ല. വാപ്പ നിന്റെ 4 സഹോദരിമാരെ കെട്ടിച്ചത് റബ്ബേ, അല്ലാഹു അവർക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. നിന്റെ വാപ്പ രാവും പകലും ജോലിക്ക് പോകില്ല. പടച്ചവനെ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുമായിരുന്നു, കഴിക്കേണ്ട സമയത്ത് കഴിക്കുമായിരുന്നു, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുമായിരുന്നു, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുമായിരുന്നു. അവരാരും രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടവരല്ല. എന്നിട്ടും അല്ലാഹു അവർക്ക് ബറക്കത്ത് കൊടുത്തതിന്റെ കാരണം, ഏത് വീടിന്റെ അകത്ത് വാഖിഅ ഓതുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. സൂറത്തുൽ മുൽക്ക് 300 ആയത്തില്ലല്ലോ, 30 ആയത്തല്ലേ ഉള്ളൂ. 6 അടി മണ്ണിലെ കൂട്ടുകാരനാ. സൂറത്തുർ റഹ്മാൻ, ആകാശത്ത് നിന്ന് മലക്കുകൾ വരുമല്ലോ, റഹ്മാനായ റബ്ബിന്റെ മലക്ക് വരുമല്ലോ. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലിയല്ലേ. സൂറത്തു യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിക്കണേ, അവഗണിക്കരുത്. അവഗണിക്കുന്നവൻ അല്ല കൊടുക്കുന്ന 1-ാമത്തെ ആയത്ത്, വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. 2-ാമത്തെ ആയത്ത്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.
മൂന്നാമത്തെ ആയത്ത് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക اليوم تنسى